ലൈവിൽ ഇപ്പോൾ ജയിൽ നോമിനേഷനായിരുന്നു കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. ജയിൽ നോമിനേഷനിൽ എല്ലാവരും ഷാനവാസിന് നേരെ തിരിഞ്ഞേക്കുവാണ് കേട്ടോ. ലക്ഷ്മിയുടെ വിഷയമൊക്കെ എല്ലാവരും വിട്ടു. ഇപ്പോൾ എല്ലാവർക്കും ഒരേ ഒരു ലക്ഷ്യം, ഷാനവാസ് ഷാനവാസ് ഷാനവാസ്. ഷാനവാസിനെ മാത്രമാണ് കേട്ടോ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് ആര്യൻ വന്നിട്ട് അനീഷിനെ പറയുന്നുണ്ട് കേട്ടോ. അനീഷ് ഈ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നപ്പോൾ ആ ആളിനോട് മാന്യമായ രീതിയിൽ പെരുമാറില്ല, ഇയാളെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്തു എന്നൊക്കെ, വയലൻസ് ആക്കി എന്നൊക്കെയാണ് പറയണത് കേട്ടോ. അപ്പോൾ അതിനെതിരെ അനീഷ് പ്രതികരിച്ചും കൊണ്ട് ഒരുപാട് വഴക്കൊക്കെ അതിനകത്തുണ്ടായി കേട്ടോ. അക്ബർ വന്നിട്ട് ഒരുപാട് നേരം നിന്നിട്ട് ഷാനവാസിൻ്റെ ഓരോരോ കുറ്റങ്ങൾ ഇങ്ങനെ ഊന്നി ഊന്നി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഷാനവാസ് പറയുന്നത് മതി, നിർത്തിയിട്ട് പൊയ്ക്കോളൂ എന്നൊക്കെ പറയുമ്പോൾ, ഇല്ല എനിക്ക് പറയാനുള്ളത് ഫുള്ള് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട്, അനീഷ് സംസാരിച്ചപ്പോൾ നിങ്ങൾ സംസാരിക്കാൻ സമ്മതിച്ചില്ലല്ലോ എന്ന് പറയും. അക്ബർ ചോദിക്കുന്നു, ഞാനാണോ സംസാരിക്കാൻ സമ്മതിക്കാതിരുന്നത് എന്നൊക്കെ ചൂടായി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരേ സ്ഥലത്തിൽ ഷാനവാസിനെ ഇങ്ങനെ കുത്തി ഇങ്ങനെ ഓരോ കുറ്റങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലക്ഷ്മിയൊക്കെ നൈസായിട്ട് സ്കൂട്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയ്ക്ക് അനീഷ് നോമിനേറ്റ് ചെയ്തത് ലക്ഷ്മി തന്നെയായിരുന്നു കേട്ടോ. ഒണിയിൽ വന്നിട്ടും ഷാനവാസിനെ തന്നെയായിരുന്നു നോമിനേറ്റ് ചെയ്തത്. ഇത് ശനിയാഴ്ച ലാലേട്ടൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇതിനെപ്പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ വേണം, അത് ചെയ്തേ പറ്റൂ, ഇതിനുള്ള ശിക്ഷ ഷാനവാസിന് ലഭിച്ചേ പറ്റൂ എന്നൊക്കെയാണ് കേട്ടോ ഒണിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യൂ.